ജിമ്മിൽ പോകുന്നുണ്ട്, പക്ഷെ മിററിൽ നോക്കുമ്പോൾ ഒരു ചേഞ്ചസും ഇല്ല അല്ലേ? ബൾക്ക് ചെയ്ത ഫാറ്റ് കൂടും, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നി ആയി പോകുന്നുള്ള പേടിയുണ്ടല്ലേ? ഈ ഒരു ഡൗട്ട് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് സെയിം ടൈം മസിൽ ബിൽഡ് ചെയ്ത് ഫാറ്റും കുറയ്ക്കാൻ പറ്റുന്നത്? അപ്പോൾ ഒരു ഡൗട്ട് എല്ലാവർക്കും വരും. അതിന് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യണോ അല്ലെങ്കിൽ ബൾക്ക് ചെയ്യണോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ചെയ്യണമെന്ന് ഒന്നും ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. യെസ്, നമുക്ക് സെയിം ടൈം മസിൽ ബിൽഡ് ചെയ്ത് ഫാറ്റും കുറയ്ക്കാൻ പറ്റും. പക്ഷെ എത്രത്തോളം മസിൽ ബിൽഡ് ആവും, അതുപോലെ തന്നെ എത്രത്തോളം ഫാറ്റ് കുറയുന്നത് ഓരോരുത്തരുടെ ബോഡി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന റീൽസ് പോലെ എല്ലാവർക്കും ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. മാക്സിമം അങ്ങനത്തെ വീഡിയോസ് കണ്ട് കൺഫ്യൂസ് ആവാണ്ടിരിക്കുക. സിമ്പിൾ ആയിട്ട് ഞാൻ ബോഡിയിൽ നടക്കുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിന്റെ ബോഡിയിൽ സ്റ്റോർ ആയ ഫാറ്റ് എന്നത് ഒരു എനർജി ബാങ്ക് ആണെന്ന് വിചാരിക്കാം. നീ കലോറി ഡെഫിസിറ്റിൽ പോകുമ്പോൾ നിന്റെ ബോഡി ആ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്ത് യൂസ് ചെയ്യും. അതിനാണ് ഫാറ്റ് ലോസ് എന്ന് പറയുന്നത്. അതേ ടൈം നീ നന്നായിട്ട് ഹെവി ആയിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, അതിന്റെ ഒപ്പം നീ പ്രോപ്പർ ആയിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ, ആ എനർജിയിൽ നിന്നും ഒരു പാർട്ട് യൂസ് ചെയ്ത് പുതിയ മസിൽ ബിൽഡ് ചെയ്യുന്നതാണ് റീകോമ്പോസിഷൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാവർക്കും ഒരേപോലെ നടക്കണമെന്നില്ല. നിന്റെ ബോഡിയിൽ ഇപ്പോൾ കൂടുതൽ ഫാറ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നീ ട്രെയിനിങ്ങിൽ ബിഗിനർ ആണെങ്കിൽ ബോഡിക്ക് റീകോമ്പോസിഷൻ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇവിടെ ഞാൻ ഒരു റിയൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് എന്റെ ട്രെയിനിങ് എടുത്ത ഒരു ക്ലയന്റ് ആണ്. സ്റ്റാർട്ടിംഗിൽ ടിപ്പിക്കൽ ആയിട്ടുള്ള സ്കിന്നി ഫാറ്റ് ലുക്ക്, മസിൽ ഇല്ല, ഷോൾഡേഴ്സ് എല്ലാം ഫാറ്റ്, ആംസ് എല്ലാം ഫ്ലാറ്റ്. ഞാനിവിടെ മാജിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. ഓവർ സപ്ലിമെന്റ്സ് ഒന്നും യൂസ് ചെയ്തില്ല. ഫാൻസി പ്ലാൻസോ അതുപോലെ തന്നെ ഫാൻസി വർക്കൗട്ട്സോ ഡയറ്റ്സോ ഒന്നും തന്നെ ചെയ്തില്ല. ഞാനിവിടെ ബേസിക്സ് മാത്രം ഫോളോ ചെയ്തു. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഓവർ ഫാറ്റ് ആയ ഒരാളാണെങ്കിലും സ്കിന്നി ഫാറ്റ് ആയ ഒരാളാണെങ്കിലും ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിലും റീകോംബ് ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഓൾറെഡി നീ നല്ല ലീൻ ആണെങ്കിൽ, അതുപോലെ തന്നെ നീ 3-4 വർഷം ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിസിറ്റിൽ മസിൽ ബിൽഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അവർക്ക് മസിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഫാറ്റ് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. റീകോമ്പോസിഷൻ എന്നത് നന്നായിട്ട് പ്ലാൻ ചെയ്തൊരു കട്ടാണ്. കലോറീസ് കുറച്ചാൽ ഫാറ്റ് കുറയും, പക്ഷേ ട്രെയിനിങ്ങും പ്രോട്ടീനും പ്രോപ്പർ ആയിരിക്കും. അതുകൊണ്ട് ഫാറ്റ് കുറയുമ്പോഴും മസിൽ ലോസ് കുറച്ചുകൊണ്ട് എസ്പെഷ്യലി ബിഗിനേഴ്സിനും ഹൈ ബോഡി ഫാറ്റ് ഉള്ളവർക്കും സെയിം ടൈം മസിൽ ബിൽഡ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഇനി ഫസ്റ്റ് ആയിട്ട് ഡയറ്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കലോറി ഡെഫിസിറ്റ് മാത്രം മതി. ക്രാഷ് ഡയറ്റ് ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മെയിൻ്റെനൻസിൽ നിന്ന് ഒരു 300-500 കലോറീസ് മാത്രം കുറച്ചാൽ മതി. നമ്മുടെ ഗോൾ വളരെ സിമ്പിൾ ആണ്. വെയിറ്റ് സ്ലോ ആയി കുറഞ്ഞു വരണം. സെയിം ടൈമിൽ നമുക്ക് സ്ട്രെങ്ത്തും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ പ്രോട്ടീൻ ഇൻടേക്ക് അല്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ആണ്. അതായത് 1.8 to 2.0 gram per kg ആയാലും മതി. ചിക്കൻ, ഫിഷ്, എഗ്, കേട്, പനീർ, വേ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് പ്രോട്ടീൻ ഇൻടേക്ക് നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഫേസിലും നമുക്ക് മസിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതേ സെയിം ടൈമിൽ ബോഡിക്ക് പുതിയ ടിഷ്യൂ ബിൽഡ് ചെയ്യാനും പറ്റും. അറ്റ്ലീസ്റ്റ് നമ്മുടെ ബോഡി വെയിന്റെ സെയിം പ്രോട്ടീൻ എങ്ങനെയും എടുക്കാൻ പറ്റുമോ നോക്കുക. ഇനി നമുക്ക് ട്രെയിനിങ് സൈഡിലേക്ക് വരാം. ഇവിടെയാണ് പലരും മിസ്റ്റേക്ക് ചെയ്യുന്നത്. എല്ലാവരും വിചാരിക്കും ഓക്കെ കട്ടാണ്, ലൈറ്റ് വെയിറ്റ് യൂസ് ചെയ്യാമെന്നാണ്. ഒരു 20 to 30 reps അടിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് വേർക്കണം എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നിനക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റണം എനിക്ക് മസിൽ ബിൽഡ് ചെയ്യണം, എനിക്ക് സ്ട്രോങ് ആവണമെന്ന്. അതിനായിട്ട് നമ്മൾ ഹെവി ആയി പ്രോഗ്രസീവ് ഓവർലോഡ് ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. നമുക്ക് റെപ്സ് നോക്കുകയാണെങ്കിൽ 6 to 10 ആയാലും 10 to 15 ആയാലും നമുക്ക് ഓക്കെയാണ്. പക്ഷെ നമ്മൾ സെറ്റിന്റെ അവസാനം വരെ നമുക്ക് പ്രോപ്പർ ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ആയിരിക്കണം. ഇനി കാർഡിയോയ്ക്ക് വരാണെങ്കിൽ അതൊരു ഓപ്ഷനാണ്, പക്ഷെ അത് ഹെൽപ്ഫുൾ ആണ്. വാക്ക് ചെയ്യാം, നമുക്ക് സൈക്ലിംഗ് ചെയ്യാം, ചെറുതായിട്ട് ജോഗിങ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ സഹായിക്കും. പക്ഷെ ഇത് ഓവറായിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിക്കവറിനെ ബാധിക്കും. അതും എസ്പെഷ്യലി നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ. പിന്നെ മോസ്റ്റ് അണ്ടർറേറ്റഡ് പാർട്ടാണ് സ്ലീപ്പ്. 6 മണിക്കൂറിന് താഴെയാണ് നീ ഉറങ്ങുന്നെങ്കിൽ നീ റീകോംബ് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുകയും വേണ്ട. 7 to 8 hours എങ്കിലും സ്ലീപ്പ് കിട്ടാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. റിക്കവറി, പെർഫോമൻസ് ഇതെല്ലാം നമ്മുടെ ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ ഒരു ഡൗട്ട് വരാം, ഞാൻ ബിഗിനർ അല്ല, എൻ്റെ ബോഡി ഫാറ്റ് എല്ലാം മീഡിയം ആണ്, എനിക്ക് ഇതുകൊണ്ട് 100% ബോഡി റീകോംബ് നടക്കുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഇത് ഒരിക്കലും അങ്ങനെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് പ്രോപ്പർ ഡെഫിസിറ്റ്, നല്ല പ്രോട്ടീൻ, പ്രോഗ്രസീവ് ആയ ട്രെയിനിങ്, നല്ല ഉറക്കം. ബാക്കി റീകോമ്പോസിഷൻ എങ്ങനെ നടക്കും, അത് എത്രത്തോളം നടക്കും, എത്ര ടൈം എടുക്കും, ഇതെല്ലാം നിന്റെ ബോഡി ഡിസൈഡ് ചെയ്യും. ഓവർ വെയിറ്റ്, സ്കിന്നി ഫാറ്റ് ആയിട്ട് ജിം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നവർക്ക് ആദ്യത്തെ 1 year നമുക്ക് ഫാറ്റ് കുറയ്ക്കാനും മസിൽ ബിൽഡ് ചെയ്യാനും പറ്റുന്ന നമുക്ക് നല്ല ചാൻസ് ഉള്ള ടൈമാണ്. നമ്മൾ സ്കെയിലിൽ വെയിറ്റ് കുറയുന്ന അറിയാൻ പറ്റും. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ മിറർ നോക്കുമ്പോൾ ചെസ്റ്റ്, ഷോൾഡേഴ്സ് എല്ലാം നല്ല ഷേപ്പിൽ വരുന്ന ഫീൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ക്ലോത്ത്സിലൊക്കെ നമ്മൾ നല്ല ഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊരു 30 ദിവസം കൊണ്ടുള്ള മാജിക് ഒന്നുമല്ല. 3 to 5 months നമുക്ക് മിറർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. ഞാൻ കറക്റ്റ് ട്രാക്കിൽ തന്നെയാണോ എന്ന്. ഫാറ്റ് കുറയും, മസിൽ ബിൽഡ് ആവും, ബോഡി ഷേപ്പ് മാറും. ഇതെല്ലാം സ്ലോ ആണ്, പക്ഷെ ഇത് പെർമനന്റ് ആയിരിക്കും. സ്കിന്നി ഫാറ്റ് ആയുള്ള ബോഡി ചേഞ്ച് ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. സിമ്പിൾ ട്രെയിനിങ്, സിമ്പിൾ ഫുഡ്, പിന്നെ നല്ല പേഷ്യൻസ്.